ബി.ജെ.പി. നേതാവ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശശി തരൂർ തനിക്കാണ് ജനപിന്തുണ മുഖ്യമന്ത്രിയാകാൻ എന്നുള്ള ദേശീയ ഏജൻസിയുടെ സർവേ ഫലം ട്വിറ്ററിൽ പങ്കുവച്ചതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ശശി തരൂർ ട്വിറ്ററിൽ പങ്കുവച്ചതിനെ കുറിച്ച് ബി.ജെ.പിയുടെ ചുമതലപ്പെട്ട ആളെന്ന നിലയിൽ ഞാൻ എന്ത് പറയാനാ? സ്വാഭാവികമായിട്ടും ശശി തരൂര് മലയാളിയുടെ ഒരു മുഖമാണ്. മലയാളിയുടെ മുഖം എന്ന് മാത്രമല്ല, ഈ തക്കടതരികയുടെ രാഷ്ട്രീയത്തിനപ്പുറത്താണ് ശശി തരൂര്. ശശി തരൂര് പലപ്പോഴും സത്യസന്ധമായിട്ട് രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിള് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അടിയന്തരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അടിയന്തരാവസ്ഥ തെറ്റായിപ്പോയി എന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞിട്ട് പോലും അടിയന്തരാവസ്ഥ ഒരു പീഡനത്തിന്റെ കാലമായിരുന്നു എന്ന് പറയാനുള്ള തന്റെ ഇടം കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനുണ്ടോ? വി.ഡി. സതീശനുണ്ടോ? അപ്പോ സത്യസന്ധമായ വിലയിരുത്തലുകൾ നടത്താൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് ശശി തരൂർ. എന്ന് മാത്രമല്ല, ശശി തരൂരിനെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നുണ്ട്. മലയാളി സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ സമ്പന്നരാണ്. ശശി തരൂരിനെ പോലെയുള്ള ഒരു വ്യക്തിത്വം തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആവണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റു പറയാൻ സാധ്യമല്ല. കാരണം ഈ പിണറായി വിജയന്റെയും ഈ വി.ഡി. സതീശന്റെയും എല്ലാം പരസ്പര ധാരണയും ഈ ഒത്തുകളിയും എല്ലാം കണ്ട് മടുത്തവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇടതുപക്ഷത്തിന് പകരം വലതുപക്ഷവും, വലതുപക്ഷത്തിന് പകരം ഇടതുപക്ഷവും എന്ന് പല പ്രാവശ്യം പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓരോ പ്രാവശ്യം പരീക്ഷിക്കുമ്പോഴും ഈ പ്രതിപക്ഷത്തുള്ളവരും ഭരണപക്ഷത്തുള്ളവരും ഒരേപോലെയുള്ള മനസ്ഥിതിയോടുകൂടിയാണ് പെരുമാറുന്നതും. പക്ഷെ അതിൽ നിന്ന് വേറിട്ട ഒരു മനോഭാവവും വേറിട്ട ഒരു സമീപനവും ശശി തരൂരിനുണ്ട്. അത് നമ്മുടെ ഈ ഏറ്റവും അവസാനത്തെ പഹൽഗാം വിഷയത്തിലും അത് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയത്ത് പഹൽഗാം വിഷയത്തില് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ സമീപനം എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് സമീപനം എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകളെ തോളില് കയറ്റിയിരുത്തി കൊണ്ടുപോകുന്ന രാഷ്ട്രീയ സമീപനമാണ്. എന്നാൽ അതേസമയത്ത് ശശി തരൂർ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കാണിക്കുന്ന അബദ്ധങ്ങളും സോണിയാഗാന്ധി കാണിക്കുന്ന വിവരക്കേടും എല്ലാം മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു ലീഡർ, ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു ലീഡർ ഇന്ന് കോൺഗ്രസിൽ ഉണ്ടെങ്കിൽ ആ ലീഡറുടെ പേരാണ് ശശി തരൂര്. ശരി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ബി.ജെ.പിക്ക് ഇപ്പോൾ പ്രിയങ്കരനായ നേതാവാണ് ശശി തരൂർ. അതുതന്നെയാണ് ഇപ്പോൾ ചെന്നിത്തല അല്പം മുമ്പ് പറഞ്ഞത്, ഇത്തരം തരൂരിനെ ഉയർത്തിക്കാട്ടുന്ന സർവേകൾക്ക് പിന്നിൽ ബി.ജെ.പി. കേന്ദ്രങ്ങളാണെന്ന്. അല്ല, ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ എന്താ പറഞ്ഞേ? ബി.ജെ.പിക്ക് ഇതിനകത്ത് എന്താ അഭിപ്രായം പറയാൻ എന്നല്ലേ പറഞ്ഞേ? ഞാൻ ശശി തരൂരിനെ പുകഴ്ത്തിയിട്ടുമില്ല, ഞാൻ ശശി തരൂരിനെ ഇകഴ്ത്തിയിട്ടുമില്ല. ഞാനത് ബോധപൂർവമാണ്. കാരണം നിങ്ങളിങ്ങനെ പറയുമെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് കോൺഗ്രസിനുള്ളിലെ ഒരു പ്രശ്നമാണ്. കാരണം ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതൃത്വം പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവിടെയുള്ള രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ വി.ഡി. സതീശനും എല്ലാം അപ്പുറത്താണ് കേരളത്തിലെ ശശി തരൂരിന്റെ ജനപിന്തുണ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. അദ്ദേഹം സത്യം പറയുന്നു, സത്യം അംഗീകരിക്കാൻ മലയാളി തയ്യാറാവുന്നു, പക്ഷെ കോൺഗ്രസ്സുകാർ തയ്യാറാവുന്നില്ല. അതാണ് അതിന്റെ കാരണം. ശരി, നന്ദി ശ്രീ ബി ഗോപാലകൃഷ്ണൻ. എന്തായാലും ശശി തരൂരിനെ മുഖ്യമന്ത്രി ആയിട്ട് ഉയർത്തിക്കാട്ടുന്ന ഈ സർവേയോട് കരുതലോടെയുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. ഈ സർവേയെ അംഗീകരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പല സർവേകളും വരും എന്നുള്ള പ്രതികരണമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശശി തരൂർ ലേഖനം എഴുതിയതും ഇപ്പോൾ കോൺഗ്രസിൽ വലിയ വിമർശനത്തിന് കാരണമായി മാറുകയാണ്. ഇടവേളയ്ക്ക്